നമസ്കാരം. 2000, the main accused, Mr. Unikishan Potti, along with the buyer, met Srimati Sonia Gandhi on 2017. The time is very important because 2017 was the time which the conspiracy was happened in Sabarimala. And moreover, there are solid reports coming, some blood relations of Sonia Gandhi, relatives of Sonia Gandhi having antique business in Italy. So these doubts have to be verified, no? The SIT have to call Sonia Gandhi and the investigation to that side also. Both UDF and LDF responsible for this gold scam. Now, the details has also come out that in the vigilance court when submitting, the SIT has said not just on the Dwarpalaga idols in the place, at least from 7 other... Many idols were already been looted. No? The intention is not that the value of the gold is antique. The value is 100 times higher than the original gold. So that business has been doing since many years, this industrialist Unikishan Potti and all. So we are demanding a central agency investigation. Chief Minister should ensure the CBI or ED inquiry in this case. Sir, also is your also demand that the SIT should take the statement of Sonia Gandhi? I am already demanded that. No? SIT should take the words from Sonia Gandhi also. ബിജെപിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇംഗ്ലീഷ് പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യവും അതേപോലെ തന്നെ അദ്ദേഹം ആ പറഞ്ഞ കാര്യങ്ങൾ, ആരോപണങ്ങൾ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭ MP, അയാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, LLB ഉണ്ട്, പിന്നെ ഈ ജേർണലിസത്തിൽ ഡിപ്ലോമയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാൾ കേരളത്തിന് പുറത്ത് വെച്ച് മറ്റ് മാധ്യമങ്ങളോടും ദേശീയ മാധ്യമങ്ങളോടും ഒക്കെ പ്രതികരിച്ചു, ഇംഗ്ലീഷിൽ പ്രതികരിച്ചു, തേഞ്ഞ് ഒട്ടി ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങ് ബഹിരാകാശത്തേക്ക് പോയി നിൽക്കുന്ന സമയമാണ്. അധികം താമസിച്ചിട്ടില്ല എന്ന് പറയണം. ആ സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ ശശി തരൂർ ഒഴിച്ച് മറ്റാരാണെങ്കിലും ഇതുപോലൊരു ദേശീയ മാധ്യമങ്ങൾക്ക്, ഒന്നല്ല എത്രയോ ദേശീയ മാധ്യമങ്ങളുടെ മൈക്കുകളാണ് എൻ്റെ മുന്നിലുള്ളത് എന്ന് നോക്കുക, അവർക്ക് ഇംഗ്ലീഷിൽ പ്രതികരിക്കാൻ ഒന്ന് അറയ്ക്കും, ഒന്ന് മടിക്കും. റഹീമിൻ്റെ അനുഭവം മുന്നിലുള്ളതിനാൽ എത്ര നന്നായിട്ട് അറിയാമെങ്കിലും ഏതെങ്കിലും വാക്കുകളോ മറ്റോ പിഴച്ചു പോയാൽ, തെറ്റിപ്പോയാൽ റഹീമിനൊപ്പം താനും ബഹിരാകാശത്തേക്ക് അയക്കപ്പെടുമെന്ന ബോധ്യം അവരുടെ ഉള്ളിൽ കാണും. അവിടെയാണ് BJPയുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആ ധൈര്യം കാണിച്ചത്. അദ്ദേഹം അതൊന്നും നോക്കിയില്ല. റഹീമിനെ പോലെ തനിക്ക് പറ്റുമെന്നോ അല്ലെങ്കിൽ റഹീമിനെ പോലെ അബദ്ധം പറഞ്ഞിട്ട് താൻ എയറിൽ പോകുമെന്നോ ഒന്നും അദ്ദേഹം അപ്പോൾ ചിന്തിച്ചിരിക്കില്ല. LLB ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് LLB ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഡോക്ടറേറ്റ് കൊടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാവുന്ന ആ ഭാഷാ പരിജ്ഞാനം വളരെ സുന്ദരമായിട്ട് ബബ്ബ അടിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവേണ്ടവർക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു. അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിലെ ആ ഗൗരവമാണ്. അതായത് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചിലർക്ക് തന്നെ ഈ ആൻറ്റിക്കിൻ്റെ കച്ചവടം, ബിസിനസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ പുരാവസ്തുവിൻ്റെ വലിയ കച്ചവടമൊക്കെ ഉണ്ടെന്നും ശബരിമലയിൽ നിന്ന് പോയ സ്വർണം ആ കൂട്ടത്തിൽ പെടുത്താവുന്നതാണെന്നും സ്വർണത്തിന് യഥാർത്ഥത്തിലുള്ള വിലയല്ല, ഒരു ആൻറ്റിക് സാധനമാകുമ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും അതിൻ്റെ മൂല്യമെന്നും അതിനാൽ ശബരിമലയിൽ നിന്ന് പോയിട്ടുള്ള സ്വർണം ഈ ഇടനിലക്കാർ വഴി, അഥവാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുമൊക്കെ വഴി സോണിയാഗാന്ധിയുടെ കയ്യിലും കോൺഗ്രസിൻ്റെ കയ്യിലുമൊക്കെ ഇത് എത്തിപ്പെട്ടിട്ടുണ്ടോ, അതുകൂടി ആ സൈഡ് കൂടി SIT അന്വേഷിക്കണം എന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അദ്ദേഹം ദേശീയ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചത്. അതാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള കാര്യം. അല്ലാതെ റഹീമിനെ തോപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷ് പറഞ്ഞതായിട്ടല്ല. പക്ഷേ അവിടെ മറ്റൊരു കാര്യം നിൽപ്പുണ്ട്. റഹീമിൻ്റെ അനുഭവം ഉണ്ടായിട്ട് കൂടിയും അദ്ദേഹം അതിന് മുതിർന്നു. അദ്ദേഹം റഹീമിനെ പോലെ തേഞ്ഞൊട്ടിയില്ല, ബബ്ബ പറഞ്ഞില്ല. അദ്ദേഹം ആർജിച്ചെടുത്ത ഇംഗ്ലീഷ് വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം അവിടെ ഉപയോഗിച്ചു. ഒരുപക്ഷേ ദേശീയ മാധ്യമങ്ങളുടെ മുന്നിൽ അഥവാ ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ അവരുടെ മുന്നിലും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് പറയാൻ നമുക്കറിയാവുന്നത് ശശി തരൂരാണ്. ഇവിടെ അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരും ഒന്ന് മടിക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ. പ്രത്യേകിച്ചും റഹീമിന് ഇങ്ങനൊരു മോശം അനുഭവം കിട്ടിയിരിക്കുന്ന അവസരത്തിൽ അവിടെ കെ സുരേന്ദ്രൻ ആ ധൈര്യം കാണിച്ചു, ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അതിന് ആ മനുഷ്യനെ സമ്മതിച്ചേ മതിയാവൂ.